ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 5. കർമ്മയോഗം. കൃഷ്ണാവബോധത്തിൽ പ്രവർത്തനം. ശ്ലോകം 20, പേജ് നമ്പർ 310. ന പ്രഹൃഷ്യേത് പ്രിയം പ്രാപ്യ നോ ദ്വിജേത് പ്രാപ്യ ചാപ്രിയം സ്ഥിരബുദ്ധിരസമ്മൂഢോ ബ്രഹ്മവിദ് ബ്രഹ്മണി സ്ഥിതഃ. പദാനുപദം. സ്ഥിരബുദ്ധിഃ ബുദ്ധിയുറച്ച്, അസമ്മൂഢഃ മോഹരഹിതനായി, ബ്രഹ്മണി സ്ഥിതഃ അഭൗതികതയിൽ സ്ഥിതി ചെയ്യുന്ന, ബ്രഹ്മവിദ് പരമതത്വത്തെ നന്നായി അറിഞ്ഞവൻ, പ്രിയം പ്രിയത്തെ, പ്രാപ്യ പ്രാപിച്ചിട്ട്, ന പ്രഹൃഷ്യേത് സന്തോഷിക്കുകയില്ല, അപ്രിയം അപ്രിയത്തെ, പ്രാപ്യ പ്രാപിച്ചിട്ട്, ന ഉദ്വിജേത് ച ദുഃഖിക്കുകയും ചെയ്യില്ല. വിവർത്തനം. ആനന്ദത്തിൽ ആഹ്ലാദിക്കുകയോ ആനന്ദകരമല്ലാത്തവയിൽ ദുഃഖാവിഷ്ടനാവുകയോ ചെയ്യാതെ സ്ഥിരബുദ്ധിയോടെ അസംഭ്രാന്തനായി ദൈവശാസ്ത്രജ്ഞാനിയായി ജീവിക്കുന്നവൻ ഭൗതികാതീതൻ തന്നെ. ഭാവാർത്ഥം. ആത്മസാക്ഷാത്കാരം സിദ്ധിച്ച മനുഷ്യൻ്റെ ലക്ഷണങ്ങളാണ് ഇവിടെ പറഞ്ഞവ. ശരീരവും താനും ഒന്നാണെന്നുള്ള മിഥ്യാവബോധം അയാൾക്കുണ്ടാവില്ലെന്നതാണ് മുഖ്യ ലക്ഷണം. താൻ ഇക്കാണുന്ന ദേഹമല്ലെന്നും ഭഗവാന്റെ ഒരംശമാണെന്നും അയാൾക്ക് നല്ലവണ്ണമറിയാം. അതുകൊണ്ട് ഏതെങ്കിലും ഒരു നേട്ടത്തിൽ മതിമറന്ന് ആഹ്ലാദിക്കില്ല. ശാരീരികമായി തനിക്ക് ബന്ധപ്പെട്ടതെന്തെങ്കിലും നഷ്ടമായാൽ ദുഃഖിക്കുകയുമില്ല. മാനസികമായ ഈ ദാർഢ്യമാണ് സ്ഥിരബുദ്ധി അഥവാ സ്വബുദ്ധി. സ്ഥൂലദേഹം ആത്മാവാണെന്ന് തെറ്റിദ്ധരിച്ച് അയാൾ ഒരിക്കലും വ്യാമോഹിക്കുന്നില്ല. ശരീരത്തെ ശാശ്വതമാണെന്നു കരുതി ആത്മാവിൻ്റെ നിലനിൽപ്പിനെ നിഷേധിക്കുകയുമില്ല. ഈ അറിവ് നിരപേക്ഷ തത്വത്തിൻ്റെ ബ്രഹ്മം, പരമാത്മാവ്, ഭഗവാൻ എന്നെല്ലാം അറിയപ്പെടുന്ന പരിപൂർണ ശാസ്ത്രജ്ഞാനത്തിൻ്റെ മണ്ഡലത്തിലേക്ക് ഒരാളെ ഉയർത്തുന്നു. അങ്ങനെ സർവവിധേനയും പരമപുരുഷനോട് താദാത്മ്യം നേടാമെന്ന വ്യാമോഹത്തോടെ അതിന് ശ്രമിക്കാതെ തൻ്റെ മൂലസ്വരൂപമെന്തെന്ന് അയാൾ മനസ്സിലാക്കുന്നു.
ഇതാണ് ബ്രഹ്മസാക്ഷാത്കാരം അഥവാ ആത്മസാക്ഷാത്കാരം. ഈ സ്ഥിരമായ ബോധത്തെ കൃഷ്ണാവബോധമെന്ന് പറയുന്നു. ഹരേ കൃഷ്ണ.